തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് സമ്മതിച്ചുകൊണ്ടുള്ള ഡോക്ടറുടെ ശബ്ദരേഖ പുറത്തുവന്നു. കമലേശ്വരത്ത് താമസിക്കുന്ന യുവതി തൈറോയിഡ് ചികിത്സയ്ക്കായാണ് ജനറൽ ആശുപത്രിയിലെത്തിയത്. തൈറോയിഡ് ഗ്രന്ഥി മാറ്റണമെന്ന ഡോക്ടർ രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം 2023 മാർച്ച് 22-ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി. 2023 മാർച്ച് 22-നാണ് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സുമയ്യ ചികിത്സ തേടിയെത്തിയത്. തൈറോയിഡ് എടുത്തു കളയുന്ന ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ രാജീവ് കുമാറാണ്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഞരമ്പ് കിട്ടാതെ വന്നപ്പോൾ രക്തവും മരുന്നുകളും നൽകാനായി സെൻട്രൽ ലൈൻ ഇട്ടു. ഇതിന്റെ ഗൈഡ് വയറാണ് നെഞ്ചിൽ കുടുങ്ങിക്കിടക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇത് തിരികെ എടുക്കാത്തതാണ് ദുരിതത്തിലാക്കിയത് എന്നതാണ് പരാതി. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്കിടെ 50 സെന്റിമീറ്റർ നീളമുള്ള വയർ നെഞ്ചിൽ കുടുങ്ങി. ശ്വാസതടസ്സം കാരണം പ്രതിസന്ധിയായതോടെ ഡോക്ടർ കൈവിട്ടു. ജനറൽ ആശുപത്രിയിലെ സർജൻ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ കാട്ടാക്കട സ്വദേശി സുമയ്യ DMOയ്ക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ ആശുപത്രിവാസത്തിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയെത്തിയെങ്കിലും ഇടയ്ക്കിടെ ശ്വാസതടസ്സമുണ്ടായി. തുടർന്ന് ഇതേ ഡോക്ടറുടെ അടുത്ത് 2 വർഷം ചികിത്സ തുടർന്നു. എന്നാൽ കഫക്കെട്ടും ശ്വാസതടസ്സവും കടുത്തപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. തുടർന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് നെഞ്ചിനകത്ത് ലാപ്രോസ്കോപ്പിക് ശസ്ത്രക്രിയ സാമഗ്രികളുടെ ഭാഗമായ ഗൈഡ് വയർ കണ്ടത്. തുടർന്ന് എക്സ്റേയുമായി ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു. ഡോക്ടർ പിഴവ് സമ്മതിച്ചു. മറ്റാരോടും പറയരുത് എന്നും മറ്റു ഡോക്ടർമാരുമായി സംസാരിച്ച് കീഹോൾ വഴി ട്യൂബ് എടുത്ത് നൽകാമെന്ന ഉറപ്പും നൽകി പറഞ്ഞുവിട്ടു. പിന്നീട് രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടി. CT സ്കാനിങ്ങിൽ കാലപ്പഴക്കം വന്ന വയർ രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നുവെന്നും എടുക്കാൻ കഴിയില്ല എന്നും അറിയിപ്പ് കിട്ടി. ഇക്കാര്യം രാജീവ് കുമാറിനെ അറിയിച്ചപ്പോഴേക്കും എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ് കൈ ഒഴിഞ്ഞുവെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. തുടർ ചികിത്സയ്ക്ക് മാർഗമില്ല എന്നും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്നും സുമയ്യ പറഞ്ഞു. സുമയ്യയുടെ നെഞ്ചിലാണ് ട്യൂബ് കുടുങ്ങിക്കിടക്കുന്നത്. ഇതിനിടെയാണ് രോഗിയുടെ ബന്ധുവിനോട് ഡോക്ടറുടെ വെളിപ്പെടുത്തൽ. പറ്റിയത് തെറ്റ് തന്നെയെന്ന് ഡോക്ടർ രാജീവ് പറയുന്നു. എക്സ്റേയിൽ നിന്നാണ് വിവരം അറിയുന്നത്. മരുന്നിനുള്ള ട്യൂബ് ഇട്ടവരാണ് ഉത്തരവാദികളെന്നും ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു. ശ്രീചിത്രയിൽ നടത്തിയ പരിശോധനയിലാണ് ഗൈഡ് വയറാണ് എന്ന് മനസ്സിലാകുന്നത്. 2.5 വർഷം മുൻപ് നടന്ന ശസ്ത്രക്രിയയിലാണ് പിഴവ് നടന്നിരിക്കുന്നത്. വയറ് കുടുങ്ങിയത് അറിഞ്ഞിട്ടും ഡോക്ടർ രാജീവ് കുമാർ മറച്ചുവെച്ചുവെന്നും സുമയ്യയുടെ ബന്ധു ആരോപിക്കുന്നു. വിദഗ്ധ ചികിത്സയ്ക്കായി ഡോക്ടർ തന്നെ പണം നൽകിയെന്നും ബന്ധു വെളിപ്പെടുത്തി. പണം അയച്ചു നൽകിയതിന്റെ സ്ക്രീൻഷോട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. 2 പ്രാവശ്യമായി 6590 രൂപ നൽകിയെന്നാണ് ബന്ധുവിന്റെ വെളിപ്പെടുത്തൽ. എക്സ്റേ പരിശോധനയിൽ വയർ ധമനികളോട് ഒട്ടിപ്പോയതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ശസ്ത്രക്രിയ നടത്തി ട്യൂബ് പുറത്തെടുക്കാനാകില്ല എന്ന വിദഗ്ധ ഡോക്ടർമാർ അറിയിച്ചിട്ടുമുണ്ട്. ഗുരുതര പിഴവ് ഉണ്ടായതിൽ നീതി ലഭ്യമാക്കണമെന്നും വിദഗ്ധ ചികിത്സ നൽകണമെന്നുമാണ് സുമയ്യയുടെ ആവശ്യം. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതകളുമായി എത്തിയ രോഗിയെ ഡോക്ടർ നിസാരവൽക്കരിച്ചത് പ്രശ്നം വഷളാക്കിയെന്നതാണ് വിവരം. യഥാസമയം എക്സ്റേ എടുത്ത് വയർ കുടുങ്ങിയത് കണ്ടെത്താതെ വർഷങ്ങളോളം രോഗിയെ ആശുപത്രി കയറ്റിയിറക്കി. നെഞ്ചിൽ വയർ കുടുങ്ങിയതാണ് എന്നറിയാൻ രോഗി സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വന്നതും ഗുരുതരമായ വീഴ്ചയായി തന്നെയാണ് പറയപ്പെടുന്നത്.